സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുള്ള നോർത്ത് ബ്ലോക്കിന് പുറമെ മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കും നിയന്ത്രണമുണ്ട്. ഷഫീദ് റാവുത്തർ വിളിച്ചിരുന്നു. ഷഫീദ്, പോയ സർക്കാരിന്റെ കാലത്തെ മാധ്യമ നിയന്ത്രണത്തെ UDF വിമർശിക്കാൻ ഇനി വാക്കുകളൊന്നുമില്ല. പക്ഷേ അധികാരം മാറി ഭരണത്തിൽ വന്നപ്പോഴേക്കും വിമർശനം എവിടെ പോയി? ഷഫീദ്, ഗുഡ് മോർണിംഗ്. അശ്മി, വെരി ഗുഡ് മോർണിംഗ്. അശ്മി, അത് തന്നെയാണ് നമ്മളുടെ ചോദ്യം. കാരണം ഈ പിണറായി സർക്കാരിന്റെ നടപ്പിലാക്കിയ മാധ്യമ നിയന്ത്രണത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനടക്കം വലിയ വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ സമാന സാഹചര്യത്തിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ പോയി, അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാഴ്ച മുൻപാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പിന്നാലെ അത് മറ്റു വകുപ്പ് മന്ത്രിമാരുടെ കൂടി അവരുടെ ഓഫീസുകളിലേക്ക് കൂടി ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർ അവർ അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കിയാൽ പോലും ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ശുപാർശ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും തടയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രവുമല്ല, നേരത്തെ ഈ സന്ദർശക ബാഹുല്യം കാരണം വൈകിട്ട് പഴയ സർക്കാരിനെ പോലെ തന്നെ 3 മണി മുതൽ 5 മണി വരെ പൊതുജനങ്ങൾക്കുള്ള സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾക്ക് സമയം ക്രമീകരിച്ചിരുന്നു. ആ സമയത്തും മാധ്യമപ്രവർത്തകർ നിയന്ത്രിക്കുമ്പോൾ അവരെ സ്ക്രൂട്ടിനി ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല, PRDയിലേക്ക് അടക്കമുള്ള പ്രവേശനത്തിലും ഇത്തരം നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അടക്കം ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി ബജറ്റിന്റെ തിരക്കിലായതിനാൽ അത് അക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യം വിശദമായി പരിശോധിക്കും എന്നുള്ള മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. ഏതായാലും സെക്രട്ടേറിയറ്റിൽ നിന്ന് മാധ്യമ നിയന്ത്രണം മാറിയിട്ടില്ല, അത് അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. ഹഷ്മി, ശരി. ഷഫീദ് റാവുത്തറാണ്. പിണറായി മോഡൽ എന്നൊക്കെ വിളിച്ചാ ഷഫീദ്. ഈ വാർത്ത വരുന്ന പശ്ചാത്തലത്തിലെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കാവോ? അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അവിടുന്ന് കൂടുതൽ മന്ത്രിമാരുടെ ഓഫീസുകളിൽ കൂടെ അത് ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി നിയന്ത്രിക്കുകയാണ് ഈ സർക്കാർ എന്ന് വിചാരിക്കണോ ഷഫീദ്? അശ്മി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ വകുപ്പിൽ നിന്നുള്ള വാർത്തകളടക്കം, അതായത് സർക്കാർ വിരുദ്ധ വാർത്തകളടക്കം പുറത്തേക്ക് വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതാണ് പ്രതിപക്ഷം എന്ന ആക്ഷേപമായി ചൂണ്ടിക്കാണിച്ചതാണ്. പിണറായി മോഡൽ എന്നുള്ള വിശേഷമടക്കമുള്ള കാര്യങ്ങൾ വന്നത്. അതായത് സർക്കാർ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അത് പൊതുജനങ്ങൾ അറിയണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അക്കാലത്ത് മാധ്യമപ്രവർത്തകരും ചോദിച്ചിരുന്നു. ഏതായാലും കഴിഞ്ഞ സർക്കാരിന് അതേ രീതിയിൽ ഈ സർക്കാർ തുടരുമ്പോൾ സ്വാഭാവികമായും ആ സർക്കാരിനും ഏതെങ്കിലും തരത്തിൽ താല്പര്യങ്ങളുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇക്കാര്യത്തിലൊക്കെ അന്ന് വിമർശനം ഉന്നയിച്ചയാൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ വി ഡി സതീശനാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുമോ, അതല്ലെങ്കിൽ ഈ സുരക്ഷാ ജീവനക്കാരുടെ ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ നിർദ്ദേശം നൽകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഹഷ്മി, ഓക്കെ. അധികാരം മാറുക എന്ന് പറഞ്ഞാൽ നയങ്ങൾ കൂടി മാറുക എന്നുകൂടി അർത്ഥം എന്നൊക്കെയാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും നയം മാറുന്നില്ലെന്ന് മാത്രമല്ല, കുറച്ചുകൂടി കടുപ്പത്തിൽ ആ നയങ്ങൾ നിലനിൽക്കുക എന്നാണെങ്കിൽ അപ്പോൾ അതിൽ അക്കാലത്ത് ഉന്നയിച്ച വിമർശനങ്ങളൊക്കെ വിഴുങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിൽ നിലപാട് എന്താണ് എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുമോ നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.